ഇസ്രയേൽ അമേരിക്ക അതുപോലെ തന്നെ ഇറാൻ ആയിട്ടുള്ള ഈ ഒരു യുദ്ധം വലിയ രീതിയിൽ തന്നെ പശ്ചിമേഷ്യയെ ഭീതിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായിട്ട് തുടരും എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾക്കായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പാകിസ്ഥാനിലെത്തി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് അമേരിക്കയുമായിട്ടുള്ള നേരിട്ട് ഉള്ള ഒരു ചർച്ചകൾക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് 3 കാര്യങ്ങളാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യ സമാധാനം വേണം എന്ന് പറയുമ്പോൾ നടക്കുന്നത്. അതായത് ഇന്ന് വന്ന ആ ഒരു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, ഒന്നാമത്തേത് എന്ന് പറയുന്നത് ചർച്ചകൾക്കായിട്ട് പാകിസ്ഥാനിൽ അബ്ബാസ് അറാഗ്ചി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, നേരിട്ട് അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അതിനോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ഈ വെടിനിർത്തൽ കരാർ നീട്ടി വെക്കുന്നത് അമേരിക്കയുടെ ഈ പറയുന്ന ഈ യുദ്ധ ഉപകരണങ്ങൾ, മിസൈലുകൾ, അതുപോലെ തന്നെ ഡ്രോണുകളൊക്കെ തീരുന്നതിൻ്റെയും അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുന്നതിൻ്റെയും ഒക്കെ ഒരു കാലക്രമമാണ് അവർക്ക് വേണ്ടത്. കാരണം ആ ഒരു രീതിയിലേക്ക് നഷ്ടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ തീരുന്നു. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. ഇനി മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, സംയുക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു. ഇപ്പോൾ ഇസ്രയേലിനെ പഴിചാരി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് കാര്യം ഇങ്ങനെയാണ്. അതായത് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ സമ്മർദ്ദം മൂലം നടന്ന ഒന്നാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു 3 വിഷയങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ അബ്ബാസ് അറാഗ്ചി പാകിസ്ഥാനിലെത്തിയ ഒരു വാർത്തയിലേക്ക് പോകാം. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പാകിസ്ഥാനിലെത്തിയത്. എന്നാൽ പ്രതിനിധി സംഘത്തോടൊപ്പമാണ് അദ്ദേഹം പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ എത്തിയതും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ തടസ്സപ്പെട്ട നയതന്ത്ര ചർച്ചകൾ പുനർജീവിപ്പിക്കുകയാണ് ഈ ഒരു സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ല എന്നാണ് ഇറാൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. നേരത്തെ ഇത്തരം വാർത്തകൾ വന്നിരുന്നു, പക്ഷെ അങ്ങനെ ഒരു രീതിയിലേക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ പറയുന്നത്. പകരം ഇറാന്റെ നിലപാടും അഭിപ്രായങ്ങളും പാകിസ്ഥാൻ അധികൃതർക്ക് കൈമാറുകയും അവർ വഴി അത് അമേരിക്ക അറിയിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. പാകിസ്ഥാന് പുറമെ ഒമാൻ, റഷ്യ എന്നിവിടങ്ങളിലും ഇറാൻ സംഘം സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇതിനിടയിൽ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞ് അമേരിക്ക രംഗത്ത് വരുന്നത് ശ്രദ്ധേയമാണ്. ഒരു കാര്യം പറഞ്ഞു നിർത്തിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നല്ലൊരു രാജ്യം എന്ന് നമുക്ക് ഈ ഇറാനെ വിശേഷിപ്പിക്കാം. കാരണം ഇതുവരെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അവർ പൊള്ളത്തരം കാണിച്ചിട്ടില്ല, ചതി ചെയ്തിട്ടില്ല, വഞ്ചന കാണിച്ചിട്ടില്ല, മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. അവരെന്തൊക്കെ തന്നെയാണോ പറയുന്നത്, ആ യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ട്രിഗർ കൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും കൂടി വീണ്ടും ആക്രമണം നടത്തുന്നത്. സത്യത്തിൽ ഈ ഒരു ആക്രമണം നടത്തിയത് പോലും അമേരിക്കയും ഇസ്രയേലുമാണ്. അത്തരം ആക്രമണം നടത്താൻ പോലും ആദ്യമേ താല്പര്യം ഇറാനില്ലായിരുന്നു. പക്ഷെ ഇറാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളിലേക്ക് ഒരു ആക്രമണം വന്നാൽ അതിന് ഇരട്ടി പ്രഹരിയായിട്ട് ഞങ്ങൾ ചെയ്യും, അല്ലാതെ ഞങ്ങളുടെ പക്ഷത്തൊന്നും ഒരു ആക്രമണവും നടക്കില്ല എന്നുള്ളതാണ് ആ ഒരു രാജ്യം പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒരു രാജ്യത്തെ അങ്ങോട്ടേക്ക് ചെന്ന് അടിക്കുമ്പോൾ ആ രാജ്യം തിരിച്ചടിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ പലതവണ ചർച്ചകൾക്ക് വന്നിട്ട് അതിനിടയിൽ ഈ ഇറാനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നതും ഇറാന്റെ കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും ആക്രമണം നടത്തുന്നതും ഇറാനോടുള്ള വെറുപ്പ് കാരണം ലെബനാനിലേക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഹിസ്ബുള്ളയിലേക്കൊക്കെ ഈ പറയുന്ന മിസൈൽ തൊടുത്തുവിടുന്ന രീതിയൊക്കെയാണ് മറുവശത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് ചെയ്തത് എങ്കിലും ഇറാന്റെ നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു. അത്തരം നീക്കങ്ങൾ നടന്നപ്പോൾ ഇറാൻ കനത്ത മറുപടി കൊടുത്തു. മാത്രമല്ല, ഇനി അങ്ങനെ ആക്രമണം നടത്തുകയാണെങ്കിൽ തങ്ങളും ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അങ്ങനെ അല്ലാതെ യാതൊരു വഞ്ചനയിലൂടെയും മാനിപ്പുലേറ്റിങ്ങിലൂടെയും ലോകത്തെ പോലും ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള നിലപാടൊന്നും തൽക്കാലം ഇറാൻ എടുത്തിട്ടില്ല. പക്ഷെ അമേരിക്ക അങ്ങനല്ല. ഇനി പറഞ്ഞു വരുന്നത്, എന്തായാലും നേരിട്ടുള്ളൊരു ചർച്ചയ്ക്ക് അവർ ഒരിക്കലും തയ്യാറാകില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, പലതവണ വഞ്ചിച്ച്
വഞ്ചിച്ചും ചതിച്ചും ഈ ആക്രമണങ്ങളും ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും അമേരിക്ക നടത്തിയത് കൊണ്ട് തന്നെയാണ് ഈ കർശനമായിട്ട് ഈ ഒരു നടപടിയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത്. ഇനി ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിനെ തള്ളി പറഞ്ഞുകൊണ്ട് അമേരിക്ക എത്തുകയാണ്. അതായത് ഈ ഒരു യുദ്ധം ഒരിക്കലും അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഇറാനുമായിട്ടുള്ള സൈനിക സംഘർഷം തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് പരസ്യമായിട്ട് അമേരിക്ക സമ്മതിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, എത്ര കൂട്ടുകെട്ടായിരുന്നു അവർ. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇപ്പോൾ രംഗത്തെത്തിയത്. ഇനി ഇസ്രായേൽ എന്താണ് ഇതിൽ പറയുക, അല്ലെങ്കിൽ ഇസ്രായേലിന് എന്തായിരിക്കാം പറയാനുള്ളത് എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറുകളായിരുന്നു, സമ്മതങ്ങളാണ്, ചർച്ചകളായിരുന്നു. അതിനിടയിലേക്ക് ഇസ്രായേൽ വന്നു. അത് നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ പോയി അനുമതി ചോദിച്ച്, അമേരിക്കയുടെ അനുമതി ചോദിച്ചിട്ട് ഇറാനിലേക്ക് ആക്രമണം ഇസ്രായേൽ തൊടുത്തു വിട്ടത് നമുക്കറിയാം. അത് ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇല്ലെങ്കിൽ ജയിലിൽ പോകുമല്ലോ, എങ്ങനെയെങ്കിലും യുദ്ധം നടത്തി ആ കസേരയിൽ ഇരിക്കണം, ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യം ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാം. അതുകൊണ്ടാണ് ഇതിൽ ഒരു അനുമതി മേടിച്ചിട്ട് ഇസ്രായേൽ അങ്ങോട്ടേക്ക് യാതൊരു പ്രകോപനവും യാതൊരു ചർച്ചകളും ഒരു പ്രശ്നവുമില്ലാതെ ഇസ്രായേൽ ആ ഒരു ആക്രമണം നടത്തിയത്. അപ്പം ഇപ്പോൾ അമേരിക്ക അത് പരസ്യമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. ഇസ്രായേലാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പരസ്യമായിട്ട് ഈ ഒരു കാര്യം സമ്മതിക്കുന്നത്. അതായത് ഈ ഇസ്രായേലിന്റെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത്. എന്തായാലും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും അമേരിക്കയുടെ സ്വയം പ്രതിരോധത്തിനുമായിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമ ഉപദേഷ്ടാവ് റീഡ് ഡി റൂബിസ്റ്റെയിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി UN സുരക്ഷാ കൗൺസിലിന് US കത്തുകൾ അയച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വിപരീതമാണ്. ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിന് തന്നെ ആരും പ്രേരിപ്പിച്ചിട്ടില്ല എന്നാണ്, ഇസ്രായേലിന് ഇതിൽ പങ്കില്ലെന്നുമാണ് ട്രംപ് മുൻപ് ഇതിനെപ്പറ്റി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ആ അവകാശവാദങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഒരു ആക്രമണം നടത്താൻ അഭ്യർത്ഥന നടത്തിയത് ഇസ്രായേലാണ്. അതിന്റെ സമ്മർദ്ദത്തിലൂടെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഫെബ്രുവരി 11 ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഇറാനെതിരെ സൈനിക നീക്കം ശക്തമാക്കിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇറാനെതിരെയുള്ള നെതന്യാഹുവിന്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം അമേരിക്കയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായിട്ട് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയത്. അതിൽ സമ്മർദ്ദം ചെലുത്തിയത് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ആണ് എന്ന് ഇപ്പോൾ പഴിചാരിക്കൊണ്ട് അമേരിക്ക രംഗത്തെത്തുകയാണ്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംയുക്ത തീരുമാനമായിട്ട് ഇരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇറാനാണെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ പാളിപ്പോയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇല്ലെങ്കിലും ഇപ്പോൾ അബ്ബാസ് അറാഗ്ചി അവിടെ ഉണ്ട്. എന്തായാലും എന്തായിരിക്കാം അടുത്ത നീക്കം എന്നത് ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ ഈ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യുദ്ധത്തിൽ ഇനി അധിക നാൾ അമേരിക്കയ്ക്ക് പോകാൻ കഴിയില്ല. യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറിയേ പറ്റൂ. അപ്പോൾ അത്തരം നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. മാത്രമല്ല അവിടുത്തെ സൈനികർ കുറയുന്നു. അതിലുപരി അവരുടെ ഈ പറയുന്ന ആധുനിക ഈ യുദ്ധോപകരണങ്ങൾ കുറയുന്നു. അതായത് മിസൈലുകൾ, അതുപോലെ ഡ്രോണുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയല്ല, വളരെ സ്റ്റോക്ക് കുറയുകയാണ്. അപ്പോൾ ഇത്തരം സ്റ്റോക്ക് കുറയുന്നത് ഈ രാജ്യത്തിനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കും അല്ലെങ്കിൽ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവാത്ത നിലയിലേക്കും കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല. അതായത് താഡ്, പാട്രിയോട്ട്, PAC-3, ടോമ ഹാഡ്, ജാസൺ, ER, SM-6, ആകാശത്തെ കീറിപ്പായുന്ന ഇന്റർസെപ്റ്ററുകൾ മുതൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയരുന്ന ക്രൂയിസ് മിസൈലുകൾ വരെയാണ് ഇത് എന്ന് പറയുന്നത്. ലോകത്തെ ഭീതിയിലാഴ്ത്തുന്ന ഈ ഒരു ആയുധങ്ങൾ ഇന്ന് മറ്റൊരു കാരണത്താൽ വാർത്തകളിൽ നിറയുകയാണ്. അത് അവയുടെ ശക്തി കൊണ്ടല്ല, പകരം അമേരിക്കയുടെ ആയുധപ്പുരകളിൽ അവയുടെ ശേഖരം അതിവേഗം കുറയുന്നു. അതായത് ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ അവിടുത്തെ സ്റ്റോക്ക് ഇല്ലാതെ ആകുന്നു. അപ്പോൾ ഇത്തരം സ്റ്റോക്ക് ഇല്ലാതാകുന്ന
ഉണ്ടാകുന്നതിലൂടെ അമേരിക്ക ആകെ വീണ്ടും ഒരു ഭീരുവായിട്ട് മാറുന്ന രീതിയിലേക്കാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ ട്രംപിന് ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. ഇപ്പൊ കപ്പലുകൾ കൊണ്ടുവന്ന് അവിടെ നങ്കുരമിടുന്നുണ്ട്, 3 കപ്പലുകൾ എത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അമേരിക്ക യുദ്ധം തുടങ്ങാത്തത്, ഒരു ആക്രമണം തൊടുത്തുവിടാത്തത്? വെടിനിർത്തൽ ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഉപരോധം നടക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്ക മുതിരുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് ആയുധങ്ങൾ ഇല്ല. ഇനി എത്ര ആയുധങ്ങൾ ബാക്കിയുണ്ടെങ്കിലും തങ്ങൾ മറ്റൊരു യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ തങ്ങളുടെ പക്കൽ ഇനി എത്ര ശരങ്ങൾ ബാക്കിയുണ്ട് എന്ന അസ്വസ്ഥകരമായിട്ടുള്ള ചോദ്യത്തോടെയാണ് അമേരിക്ക ഏറ്റുമുട്ടുന്നത്. വർഷങ്ങളായിട്ട് ലോക പോലീസ് എന്ന പദവി അലങ്കരിച്ച് അമേരിക്കയ്ക്ക് യുദ്ധം എന്നത് എതിരാളിയെ മാത്രം തകർക്കുന്ന ഒരു പ്രകടനമായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ ഇന്നത്തെ സംഘർഷങ്ങൾ പുതിയൊരു ചിത്രം തുറന്നു കാട്ടുകയാണ്. ഒരു പാട്രിയേറ്റ് വിക്ഷേപണവും ഒരു ഭീഷണിയെ തടഞ്ഞേക്കാം, പക്ഷെ അടുത്ത ആക്രമണത്തിനായിട്ട് ബാക്കി നിൽക്കുന്ന പ്രതിരോധം അവിടെ കുറയുകയാണ്. അതായത് ഒരു ടോമോഹോക്ക് വിക്ഷേപിക്കാൻ നിമിഷങ്ങൾ മതി അമേരിക്കയ്ക്ക്, എന്നാൽ അതിന്റെ പുനർനിർമ്മാണത്തിന് വർഷങ്ങൾ വേണ്ടിവരുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഒരു പക്ഷേ ഈ നിക്ഷേപങ്ങൾ നടത്തുന്നതിലൂടെ വലിയ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അമേരിക്ക വീണ്ടും തളർന്നു പോകും എന്നതിൽ സംശയമില്ല. നിലവിൽ തളർന്നിരിക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആയുധങ്ങളെല്ലാം ക്ഷയിച്ചു പോകുന്നു, അവിടെ സ്റ്റോക്ക് തീരുന്നു, വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ പ്രഹരശേഷിയല്ല, മറിച്ച് ദീർഘകാല യുദ്ധങ്ങൾ താങ്ങാനുള്ള അമേരിക്കയുടെ ശേഷിയാണ്. ആ ശേഷി ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ല. ഇനി പ്രാദേശികമായിട്ടുള്ള ഒരു സംഘർഷം പോലും അമേരിക്കൻ സൈനിക സന്നദ്ധയെ ഇത്രമേൽ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ചൈനയോ റഷ്യയോ പോലുള്ള വൻ ശക്തികളുമായിട്ട് നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ അമേരിക്കയുടെ വിധി എന്താകുമെന്നാണ് ചോദ്യചിഹ്നം. കഴിഞ്ഞ ദിവസം ഹോർമസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞങ്ങൾ കപ്പൽ തടയും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വീരവാദം മുഴക്കിയിട്ട് ആ വീരവാദത്തിന് അല്ലെങ്കിൽ ട്രംപിന് ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ടായിരുന്നു ചൈനീസ് കപ്പൽ അവിടെ വന്നത്. എന്തുകൊണ്ടാണ് ചൈനീസ് കപ്പലുകളെ അമേരിക്ക ആക്രമിക്കാത്തത്? ഒന്നാമത്തെ കാര്യം, തിരിച്ചു താങ്ങാനുള്ള ശേഷി ഇല്ല എന്നുള്ള ബോധ്യം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിലേക്ക് അമേരിക്ക പോയി കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ പതനത്തിന് കാരണമാകുമെന്ന് ട്രംപിനറിയാം. അതുകൊണ്ടാണ് അത്തരം നീക്കങ്ങൾ നടത്താത്തത്. എന്തായാലും ഇപ്പോൾ അവിടെ സൈനികരല്ലല്ലോ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ട്രംപിന്റെ രാഷ്ട്രീയമാണ്. ട്രംപ് എന്ത് പറയുന്നോ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ട്രംപ് പറയുന്നത് ചെയ്യണം എന്ന നിലയിലേക്ക് സൈനികർ മാറിയിട്ടുണ്ട്. ആ സൈനികർക്കിടയിൽ സമ്മർദ്ദങ്ങൾ വലിയ രീതിയിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞതാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് പോകാം. അമേരിക്കൻ സൈനിക ആധിപത്യത്തിന്റെ വേരുകൾക്കേറ്റ പ്രഹരമാണ് ഈ ഒരു ആയുധക്ഷാമം എന്ന് പറയുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച സംഘർഷം തുടക്കം മുതൽ അമേരിക്കയ്ക്ക് ഒരു വേഗത്തിലുള്ള ശിക്ഷാത്മക ഓപ്പറേഷൻ പോലെ തോന്നിച്ചിരുന്നുവെങ്കിലും ദിവസങ്ങൾ കഴിയുന്തോറും അത് വൻതോതിലുള്ള ആയുധ ഉപഭോഗ യുദ്ധമായിട്ട് മാറി. പെന്റഗണിന്റെ ആഭ്യന്തര വിലയിരുത്തലുകൾ പ്രകാരം ഉയർന്ന നിലവാരമുള്ള കൃത്യത മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ക്ഷയിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരായിട്ടുള്ള സാധ്യതാപരമായിട്ടുള്ള യുദ്ധത്തിനായിട്ട് കരുതി വെച്ചിരുന്ന ചില നിർണായക ശേഖരങ്ങൾ പോലും ഇറാൻ രംഗത്തേക്ക് മാറ്റേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. മാത്രമല്ല അമേരിക്ക ഇന്ന് ഒരു യുദ്ധം മാത്രം പോരാടുന്നില്ല, ഭാവിയിലെ വലിയ യുദ്ധങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും ഒരേ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ജാസം ER ക്രൂയിസ് മിസൈലുകളുടെ ഉപയോഗമാണ്. ദീർഘദൂരത്തിൽ നിന്ന് ശത്രു പ്രതിരോധങ്ങളെ മറികടന്ന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ ഒരു സ്റ്റെൽത്ത് ആയുധം അമേരിക്കൻ വ്യോമശക്തിയുടെ പ്രധാന അതരങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഏകദേശം 1100 എണ്ണ ഇതിനകം ഉപയോഗിച്ചു എന്ന വിലയിരുത്തലുകൾ പുറത്തു വരുമ്പോൾ ശേഖരത്തിൽ ശേഷിക്കുന്നത് വെറും 1500ഓളം മാത്രമാണെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ തന്ത്രജ്ഞരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഹോമോടോക്ക് ക്രൂയിസ് മിസൈലുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കടലിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുള്ള ഈ ഒരു ആയുധം അമേരിക്കൻ നാവിക ശക്തിയുടെ ചിഹ്നമാണ്. എന്നാൽ 10,000-ലധികം ടോമോഹോക്കുകൾ ഇതിനോടകം തന്നെ ഉപയോഗിച്ചു എന്ന കണക്ക് പുറത്തു വരുമ്പോൾ അമേരിക്ക ഒരു വർഷം വാങ്ങുന്നതിന്റെ 10 ഇരട്ടി വേഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആയുധം ചെലവഴിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോക്കുകൾ തീരുകയാണ്. മാത്രമല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇത് പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ മിസൈലിനും കോടികൾ ചെലവാകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ദീർഘകാല ഓപ്പറേഷനുകൾ സാമ്പത്തികമായിട്ടും വ്യവസായപരമായിട്ടും എത്രത്തോളം ഭാരമാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മിസൈൽ പ്രതിരോധ രംഗത്ത് അമേരിക്ക സമ്മർദ്ദത്തിലാണ്. പാട്രിയറ്റ് PAC-3 താഡ് പോലുള്ള സംവിധാനങ്ങൾ ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ വ്യാപകമായിട്ട് വിന്യസിക്കപ്പെട്ടു. 1200-ലധികം
അധികം പാട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ ഇതിനോടകം തന്നെ ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രശ്നം ഇവ നിർമ്മിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ്. അതായത് 1 വർഷം നിർമ്മിക്കുന്നതിലും കൂടുതൽ എണ്ണം ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ചെലവഴിച്ചാൽ പുതിയ ശേഖരം സൃഷ്ടിക്കാൻ വർഷങ്ങൾ വേണം. മാത്രമല്ല ഈ ഒരു സംവിധാനങ്ങൾ ദക്ഷിണ കൊറിയയിലും യൂറോപ്പിലും മറ്റ് അമേരിക്കൻ സഖ്യ കേന്ദ്രങ്ങളിലും അത്യാവശ്യമാണ്. ഒരു മേഖലയിലേക്ക് മാറ്റിയാൽ മറ്റൊരു മേഖലയിലെ പ്രതിരോധം ദുർബലമാകും. യുദ്ധത്തിന്റെ സാമ്പത്തിക ചെലവും വിസ്മയപ്പെടുത്തുന്നതാണ്. വിവിധ സ്വതന്ത്ര പഠനങ്ങൾ പ്രകാരം മൊത്തം ചെലവ് 28 മുതൽ 35 ബില്യൺ ഡോളർ വരെ ആകാമെന്നാണ് കണക്ക്. അപ്പം സാമ്പത്തിക ശേഷിയും ക്ഷയിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇത്തരം ആയുധങ്ങളും അല്ലെങ്കിൽ അവരുടെ സ്റ്റോക്ക് തീരുന്നതും ഈ പുനർനിർമ്മാണം ചെയ്യുന്നതും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുമ്പോൾ അമേരിക്കയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നതാണ്. എന്തായാലും ചൈനയ്ക്ക് വേണ്ടി വെച്ചിരുന്ന ആയുധങ്ങൾ പോലും ഇറാനിലേക്ക് എടുത്ത് ആക്രമണം നടത്തിയിട്ട് പോലും ഇറാൻ കീഴടങ്ങിയിട്ടില്ല. ഇറാന്റെ ആയുധങ്ങളും നിലപാടുകളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ അവിടെ നിൽക്കുകയാണ്, അടിയുറച്ചു നിൽക്കുകയാണ്. അതിനെ വീഴ്ത്താൻ പറ്റില്ല എന്നത് ഇപ്പോൾ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ ഒരു യുദ്ധം ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്നാണ് ട്രംപിന് തോന്നുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്താൽ ഞങ്ങൾ തന്നെ ജയിക്കണം, ഞങ്ങൾ അവിടെ പിടിച്ചെടുക്കും, ഞങ്ങൾ ലോക പോലീസാണ്, ഞങ്ങൾ ലോക ശക്തിയാണ് എന്ന് പറഞ്ഞ അതേ നാണയത്തിൽ നേരെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങൾ ലോക ശക്തിയല്ല, നിങ്ങൾ ലോക പോലീസ് അല്ല, നിങ്ങൾ ഏറ്റവും ദുർബലരായിട്ടുള്ള രാജ്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയെ കാണപ്പെടാൻ സാധിക്കുന്നത്.